രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ നമ്മളുടെ വ്യക്തിബന്ധങ്ങൾ പോലെ വളരെ ലഘുവായിട്ട് ബന്ധങ്ങളല്ല. അതിസങ്കീർണമായ വർഷങ്ങളോളം എടുത്ത് രൂപാന്തരപ്പെട്ട ബന്ധങ്ങളാണ്. അതിൻ്റെ ചേരികളും അതിൻ്റെ ചേരിചേരാ നയങ്ങളും ഒക്കെ അതിലുൾപ്പെട്ടതാണ്. ഇന്ന് മുമ്പ് ഉള്ള അതേ ടീം, അതായത് ഏകദേശം ഒരു 100 വർഷം അതല്ലെങ്കിൽ അതിന് ഒരു പോയിന്റ് ഓഫ് ടൈമിലേക്ക് നമുക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്ന കാലഘട്ടത്തിൽ 1945 ഹിറ്റ്ലറിനെ നാസി പടയെ അവസാനിപ്പിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് റഷ്യ ഉണ്ട്, അമേരിക്ക ഒരുമിച്ചാണ്. ഹിറ്റ്ലറിന് ജർമ്മനി അത്ര വലിയ ശക്തിയായിരുന്നു. അവിടെ നിന്നാണ് ശീതസമരം. ആ ശീതസമരം കോൾഡ് വാറിൽ രൂപാന്തരപ്പെട്ട സഖ്യങ്ങൾ ഇന്നും നിലനിൽക്കുകയാണ് കഴിഞ്ഞ 80 വർഷത്തോളമായിട്ട്. ആ ചേരിയിൽ USSR, സോവിയറ്റ് യൂണിയൻ്റെ കൂടെ നിന്നിരുന്നവരാണ് ഇന്ത്യ, ഇറാൻ, സിറിയ അങ്ങനെയുള്ള രാഷ്ട്രങ്ങളൊക്കെ. എതിർചേരിയിൽ അമേരിക്കയ്ക്ക് കൂടെ യൂറോപ്പിലെ നാറ്റോ സഖ്യങ്ങളാണ് നിന്നിരുന്നത്. ആ ബന്ധങ്ങൾ, അതായത് എസ്പെഷ്യലി ഡിഫൻസ് പാക്റ്റുകൾ, ഈ സുരക്ഷ അതല്ലെങ്കിൽ സൈനികമായിട്ടുള്ള ആ ഒരു ബന്ധങ്ങൾ ഇന്നും നമുക്ക് ആഴത്തിലേക്ക് നോക്കിയാൽ, കാരണം ഈ ആയുധങ്ങളൊക്കെ കോടാനുകോടി രൂപ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിൽ പുതിയതായിട്ട് രൂപാന്തരപ്പെട്ടിരിക്കുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ കൂട്ടുകെട്ടാണ് ടർക്കിയും സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ നമ്മൾ ഇപ്പോൾ അടുത്ത് കണ്ട ആ ഒരു ബന്ധം. എന്താണ് ഈ ബന്ധം എന്നുള്ളത് ആഴത്തിൽ നമ്മൾ ഒരു വിശകലനം നടത്തുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിലുള്ള എല്ലാ മെമ്പേഴ്സിനും നമ്മൾ ഓരോന്നായിട്ട് ചെകഞ്ഞെടുത്ത് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചേരി, അതായത് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ചേരി, അത് ഞാൻ ചെറിയ രൂപത്തിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ ഈ ചേരിയിലുള്ള എല്ലാവരും, സൗദി അറേബ്യയും ടർക്കിയും പാകിസ്ഥാനും അമേരിക്കയുടെ സഖ്യകക്ഷിയാണ്. അന്നു മുതലേ കോൾഡ് വാർ, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ അവർ അമേരിക്കയുടെ സഖ്യകക്ഷിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടീമാണ്. അപ്പം ഇതിൻ്റെ ബി ടീം എന്ന് പലപ്പോഴും പല മാധ്യമങ്ങളിലും അതിനെ ബി ടീമായിട്ട് തന്നെയാണ്. കാരണം ഇവർ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എല്ലാം തന്നെ നമ്മളിതിൻ്റെ ഈ ഒരു തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ഏതാനും മാസം 2 മാസങ്ങൾക്ക് മുമ്പ് S-400, ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ വിജയകരമായിട്ട് ഉപയോഗിച്ച S-400, ഈ S-400 നാറ്റോ സഖ്യകക്ഷിയായ തുർക്കി ഉപയോഗിക്കുന്നതിനെ പറ്റി അമേരിക്കയിൽ വളരെയധികം വിമർശനങ്ങൾ ഉണർന്നിരുന്നു. അത് ഉപേക്ഷിക്കാനായിട്ട് തുർക്കിയിലെ എർഡോഗൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. ആ ഒരു S-400 ഇത്രയും ശക്തമേറിയ ഡിഫൻസ് സിസ്റ്റം S-400 മാറ്റിവെക്കാൻ, അത് റഷ്യക്ക് തിരിച്ചു കൊടുത്ത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ, അത് വലിയൊരു തീരുമാനമാണ്. എന്നിട്ട് അമേരിക്കയുടെ F-35 വാങ്ങിയിരിക്കുകയാണ് അവർ. ഒപ്പം തന്നെ നാറ്റോ സഖ്യകക്ഷി എന്ന നിലയിൽ അമേരിക്കയുടെ ഒട്ടനവധി ആയുധങ്ങൾ ബഹുഭൂരിപക്ഷവും ടർക്കിക്ക് സ്വന്തമായിട്ട് വളരെ വലിയൊരു സൈനിക ശക്തിയാണ് ടർക്കി. പക്ഷെ നാറ്റോയോട് കൂടി ചേരുമ്പോൾ അത് വളരെ സങ്കീർണമായിട്ട്. അപ്പോൾ അത്തരം ടെക്നോളജികൾ ടർക്കിയുടെ കയ്യിൽ, അമേരിക്കയുടെ സഖ്യകക്ഷിയാണ്. ഒപ്പം സൗദി അറേബ്യ, അവർ അമേരിക്കയുടെ ഏറ്റവും ഉറ്റ സ്ട്രാറ്റജിക് പാർട്ട്ണറാണ്. അവരുടെ പണം ഇഷ്ടം പോലെ. ഇനി ന്യൂക്ലിയർ ബോംബ് അതിലേക്ക് കൊണ്ടുവരാനായിട്ട് പാകിസ്ഥാൻ കൂടെ. ഇവരെല്ലാവരും കൂടി എവിടേക്കാണ് പോകുന്നത്? നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ അതേ കഥയിലേക്ക് വരുമ്പോൾ ഒരിക്കലും ഇവർ മൂന്നാളും കൂടി ചേർന്ന് പോകുന്നത് ഒരിക്കലും ഇസ്രായേലിനെ ആക്രമിക്കാനല്ല. കാരണം ഇസ്രായേൽ ആണ്, അമേരിക്കയാണ് ഇസ്രായേലിൻ്റെ തലതൊട്ടപ്പനും സംരക്ഷകനും. ഇസ്രായേലിന് എതിരെ അങ്ങനെ ഒരു സഖ്യം രൂപീകരിക്കാൻ ടർക്കിയോ സൗദി അറേബ്യയോ അസിമുനീർ നിൽക്കുന്ന പാകിസ്ഥാനോ ധൈര്യപ്പെടുകയോ അതല്ലെങ്കിൽ അതിനൊരു സാഹചര്യം ഉണ്ടാവുകയോ സാധ്യത വളരെ കുറവാണ്. അപ്പം പിന്നെ എവിടേക്കാണ് ഇവരുടെ പോക്ക്? നമ്മൾ മനസ്സിലാക്കണം, ഇവരുടെ ഈ ചെറു സഖ്യം, അതായത് അമേരിക്ക, നാറ്റോ ഒരു പക്ഷേ ഇന്ത്യക്കെതിരെ തിരിയാൻ വളരെ സാധ്യത കുറവാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ 1971 ഡിസംബറിൽ ഇന്ദിരാഗാന്ധി പാകിസ്ഥാൻ അടിച്ചപ്പോൾ അന്ന് 54 ഇസ്ലാമിക രാജ്യങ്ങളും അമേരിക്കയും യൂറോപ്പും കൂടി USS എൻ്റർപ്രൈസ് ഉള്ളതൊക്കെ പോലെയുള്ള വിമാനവാഹിനി കപ്പലുകൾ, ന്യൂക്ലിയർ പവേർഡ് വിമാനവാഹിനി കപ്പലുകൾ ബേ ഓഫ് ബംഗാളിൽ കൊണ്ടിട്ട് ഇന്ത്യക്കെതിരെ നിലകൊണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ
അന്ന് പോലും ഇന്ത്യയെ ആക്രമിക്കാനായിട്ട് ആ നാറ്റോ സഖ്യത്തിനും ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടുകെട്ടും തയ്യാറായില്ല. നമ്മൾ മനസ്സിലാക്കണം, ഈജിപ്തിൻ്റെ നാസർ പോലെയുള്ള സിംഗങ്ങളും മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഇവരെല്ലാവരും കൂടിയിട്ടും ഗർജിച്ചിരുന്നൊരു കാലം. അങ്ങനെ ഒരു ചെറു സഖ്യത്തിനെ ഇന്ത്യക്ക് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയെ സൈനികമായി നേരിടുകയല്ല. കുറേ സൈനികമായിട്ടുള്ള വസ്തുക്കൾ ഇപ്പോൾ ടർക്കിയിൽ നിന്നും ചൈനയിൽ നിന്നും ചൈനീസ് വെപ്പൺസാണ് ഇവർ ഉപയോഗിക്കുന്നത്. അവർ F-16 ഒക്കെ ഉണ്ട്. പാകിസ്ഥാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ചൈനീസ് വെപ്പൺസ് സിസ്റ്റംസ് കുറേ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ചൈനയും ടർക്കിയൊക്കെ ഒട്ടനവധി ആയുധങ്ങൾ ഇന്ന് പാകിസ്ഥാനിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പക്ഷെ വലിയൊരു സൈനിക നീക്കത്തിന് മുതിരാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. എന്നിരുന്നാൽ കൂടി ഇത് വന്നെത്തുന്നത് സോവിയറ്റ് യൂണിയൻ്റെ സഖ്യകക്ഷികൾ വെനുസില, ഇറാൻ അടിച്ചിരുന്നു, സിറിയ ഇല്ലാണ്ടാക്കുന്നു. അവിടെ നിന്ന് പോണ പോക്ക് ഇറാന് ശേഷമുള്ള പോക്ക് എവിടേക്കാണ്? പണ്ടത്തെ സോവിയറ്റ് യൂണിയൻ്റെ സഖ്യകക്ഷിയായ ഇന്ത്യയിലേക്കാണോ ആ പോക്ക്? ഒരുപക്ഷെ അമേരിക്ക നേരിട്ട് 71 ആ ഒരു ഇതിൽ ശേഷം അമേരിക്ക നേരിട്ട് ഇത്ര വലിയ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിനെതിരെ അമേരിക്കയ്ക്ക് നേരിട്ട് ഇടപഴകാൻ ഇതായതുകൊണ്ട് അമേരിക്ക നേരിട്ട് ഇടപഴകാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അപ്പോൾ ഒപ്പം തന്നെ സോവിയറ്റ് യൂണിയൻ തളർന്നിരിക്കുന്നത് കൊണ്ടാണ് അന്നത്തെ കോൾഡ് വാറിന് ശേഷമുള്ള അവരുടെ സഖ്യകക്ഷികളായിരുന്ന ഇറാൻ്റെയും സിറിയയുടെയും വെനിസുലയുടെയും എതിരെ ഇവർ പോകുന്ന ഈ സാഹചര്യം ഇപ്പം നമ്മൾ കാണുന്നത്. അത് അത്ര നാളെടുത്തു, സോവിയറ്റ് യൂണിയൻ പൊളിഞ്ഞിട്ട് അത്ര നാളെടുത്തു ഇതിനെതിരെ പ്രവർത്തിക്കാനായിട്ട്. ഇന്ന് അപ്പോൾ ആ ഒരു അടി ഇവർ ഉന്നം വെക്കുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയെ തന്നെയാണ്. ഇതിലിപ്പോൾ നമ്മൾ കാണേണ്ട പല ഇതുകളും ഇന്നലെ CIA ഡയറക്ടർ മോസ്കോയിലുണ്ടായിരുന്നു. മോസ്കോയിൽ പൂട്ടിനുമായിട്ട് ചർച്ച നടത്തിയെന്നും അമേരിക്കൻ മാധ്യമങ്ങളുടെ വിശകലന പ്രകാരം പൂട്ടിനെ കണ്ടു എന്നാണ് പറയുന്നത്. എന്നാൽ ക്രെംലിൻ എന്ന് പറഞ്ഞാൽ റഷ്യ അത് നിഷേധിക്കുകയാണ്. പക്ഷെ അവിടെ തന്ത്രപ്രധാനമായ 3 കാര്യങ്ങളിൽ പൂട്ടിൻ ഒപ്പുവെച്ചു ഒരു ഡിക്രി ചെയ്തു എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. അതെന്താണെന്ന് ലോകം ഒരു കാരണം ലോകത്തിലെ ഏറ്റവും വലിയ റഷ്യയും അമേരിക്കയും ഇവരുടെ കയ്യിൽ നിന്ന് ഒരു രഹസ്യം ഇവർ കൂട്ടരും കൂടി തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരു രഹസ്യം ചോരാൻ പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് അറിയാനായിട്ട് സാധ്യത വളരെ കുറവാണ്. ഒരു മാധ്യമങ്ങളിൽ നിന്ന് ഒരു തുട്ടുപോലും നിലത്ത് ഒരു മണിമുത്ത് പോലും വീണ് കിട്ടിയിട്ടില്ല. എന്തിനാണ് CIA ഡയറക്ടർ ഇന്നലെ മോസ്കോയിലെത്തിയത്? പലരും പറയുന്നു ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ്, ചിലർ പറയുന്നു യുക്രൈൻ യുദ്ധമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത് നമ്മൾ കൂട്ടി വായിക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത ഏതാനും മാസങ്ങൾ, ദിവസങ്ങൾ, ആഴ്ചകൾക്കുള്ളിൽ എന്തെങ്കിലും ഒരു തീരുമാനം എവിടെയെങ്കിലും ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വീണാൽ മാത്രമേ നമുക്ക് അതിൽ നിന്നും എന്തെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ട്രംപ് പലതും ഇരുന്ന് പറയുന്നുണ്ട്. പക്ഷേ ട്രംപ് പറയുന്നത് ഇപ്പോൾ അമേരിക്കൻ നയം പോലും ആണെന്ന് പോലും പറയാൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുന്നത്. ഇതോടൊപ്പം വായിക്കേണ്ടത് അജിത് ഡോവൽ ചൈനയിൽ പോയിരിക്കുകയായിരുന്നു. അത് വളരെ അധികം ഒരു പ്രാധാന്യമുള്ളൊരു ട്രിപ്പാണ് അജിത് ഡോവൽ ചൈനയിലേക്ക് നടത്തിയത്. കാരണം അവിടെ നമുക്കറിയാം, പലപ്പോഴും പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്, ഞാൻ റിപ്പോർട്ട് ചെയ്തതല്ല, ചൈന കടന്നു കയറിയ കുറേ സ്ഥലങ്ങൾ, അതിർത്തി പ്രദേശങ്ങളുണ്ട്. നമുക്കറിയാം, ഒരു 10-20 ഇന്ത്യൻ സൈനികരെ അടിച്ചു കൊല്ലുക എന്നുള്ള ഒരു ഇതൊക്കെ ആ ഒരു അതിർത്തി കടന്ന സാഹചര്യമൊക്കെ ഉണ്ടായതിനെ പറ്റി നമുക്ക് പലപ്പോഴും അറിയാം. ചൈനയ്ക്ക് അരുണാചൽ പ്രദേശിൽ മോഹമുണ്ട്. ചൈനയും പാകിസ്ഥാനും പണ്ട് മുതലേ സഖ്യകക്ഷിയാണ്. അതിന് ആ ലഡാക്ക് ഭാഗത്ത് അക്സിം ചിൻ എന്ന് പറഞ്ഞ പ്രദേശം ഇന്ത്യയുടെ ഭാഗമായിരുന്നു, ജമ്മു കാശ്മീരിൻ്റെ ഭാഗമായിരുന്നു. ആ ഭാഗം പാകിസ്ഥാൻ ചൈനയ്ക്ക് കൊടുത്തിട്ടാണ്, വലിയേട്ടന് കൊടുത്തിട്ടാണ് അങ്ങനെ അവരുടെ ഒരു പ്രീതി പിടിച്ച് പറ്റി പോകുന്നത്. അപ്പോൾ ചൈനയെ വിശ്വസിക്കാൻ ഒരു കാരണവശാലും പറ്റില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ കഴിഞ്ഞിട്ടേ അവർ ഇന്ത്യയുടെ കൂടെ നടക്കുള്ളൂ. കാരണം പണ്ടത്തെ സൗഹൃദം എന്നും അവർക്ക് ആവശ്യം വരുന്ന ഒരു സുഹൃത്ത് എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം എന്ന രാജ്യം എന്ന നിലയിൽ ഇതിലും അധികം വളരാനായിട്ടുള്ള സാഹചര്യവും ഒപ്പം തന്നെ ഒട്ടനവധി സൈനികമായിട്ട് ഉയരാനായിട്ടുള്ളൊരു ഇതാണ്. കാരണം അതിന് ഒരു പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം, അതല്ലെങ്കിൽ 2ാം ലോക മഹായുദ്ധം 45-ലും സ്വാതന്ത്ര്യം 1947-ലും സംഭവിക്കുന്നതിന് ശേഷം ഇന്ത്യ എടുത്ത ചില നിലപാടുകൾ ജനാധിപത്യ രാജ്യങ്ങളായ യൂറോപ്പ്, അമേരിക്ക, അതല്ലെങ്കിൽ സാംസ്കാരികമായിട്ട് സിവിലൈസ്ഡ് സൊസൈറ്റി പോലെ നിൽക്കുന്ന യൂറോപ്പ്, അമേരിക്കയ്ക്ക് പകരമായിട്ട് കമ്മ്യൂണിസ്റ്റ് വിശ്വാസത്തിൽ ഇരിക്കുന്ന അടിച്ചമർത്തപ്പെട്ട ജനങ്ങളെ പോലെയുള്ളവരുടെ ആ ചേരിയിലേക്ക് ഇന്ത്യ പോയത് അന്ന് തെറ്റായിരുന്നു.
ഇന്ന് അത് ഇന്ത്യക്ക് സുഖമായിട്ട് മാറ്റാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടെങ്കിൽ കൂടി ഇന്ത്യ അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചേരികളിൽപ്പെട്ട ഏറ്റവും പ്രമുഖ ആയുധങ്ങൾ വെച്ച് നിന്ന് പോരാടണമെങ്കിൽ ചൈന സാമ്പത്തികമായി വളർന്ന് നിൽക്കുന്നുണ്ടെങ്കിലും അവർ യുദ്ധം ചെയ്ത് ഒരിക്കലും ഇതുവരെ അവരുടെ ശക്തി തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അവർ യുദ്ധത്തിന് പോവില്ല. യുദ്ധത്തിന് പോയാൽ ഇന്ന് അവർക്കുണ്ടാകുന്ന അഭൂതപൂർവമായിട്ടുള്ള ആ ഒരു സാമ്പത്തിക വളർച്ച, അമേരിക്കയെ വെല്ലാൻ പാകത്തിനുള്ള ആ വളർച്ചയെ ഇത് ചെയ്യും അവർ. അതുകൊണ്ട് ആ യുദ്ധം ചൈന ചെയ്യുന്നത് ഇറാനിലാണ്. ഇറാന് ആയുധങ്ങൾ കൊടുക്കുന്നു, അതല്ലെങ്കിൽ അമേരിക്കയുടെ ശത്രുക്കൾക്ക് കൊടുത്ത് അവസരം മുതലെടുത്ത് അമേരിക്കയെ തളർത്തുക എന്നുള്ളതാണ്. യുദ്ധത്തിന് പോയാൽ അന്ന് ചൈനയ്ക്ക് പണി കിട്ടും. അതുകൊണ്ട് നേരിട്ടുള്ള ഇതൊരു പക്ഷേ സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ കോൾഡ് വാർ നടന്ന സമയത്തിൽ വിയറ്റ്നാമിൽ യുദ്ധം ചെയ്യുന്ന തിരിഞ്ഞ് നോർത്ത് കൊറിയയിൽ അവനവൻ്റെ കരയിൽ വെച്ചുള്ള യുദ്ധം അമേരിക്കയും ചൈനയും ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അവർ ആ യുദ്ധം ചെയ്യുക ഇറാനിലാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇറാനിലൊരു സാമ്പത്തിക ഉപരോധം എല്ലാം പൂട്ടിക്കെട്ടുന്ന രീതിയിലുള്ള ഒരു സാമ്പത്തിക ഉപരോധം വരും എന്ന് പറഞ്ഞ മാത്രയിൽ തന്നെ ചൈന അതിനെ എതിർത്തത്. കാരണം ഇറാനിലാണ് ചൈന യുദ്ധം ചെയ്യുന്നത്. ഇറാൻ ആയുധങ്ങൾ കൊടുത്ത് അമേരിക്കയ്ക്ക് തളർത്തുക. ഒരു പരിധിവരെ അവരുടെ നയം ട്രംപ് ചെന്ന് തലവെച്ചതുകൊണ്ട് പെട്ടുപോയോ എന്ന് പോലും സംശയിക്കേണ്ടതുണ്ട്. വീണ്ടും നമ്മൾ ഈ സുന്നി ഇതിലേക്ക് വരുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, അത് ഇസ്രായേലിനെതിരെയോ ഇറാനെ ഇതിലേക്ക് ക്ഷണിച്ചു എന്നാണ് പറയുന്നത്, ഈ സഖ്യത്തിലേക്ക്. അപ്പോൾ ആ ഇറാനെ വെച്ചിട്ട് ട്രംപ് വലിയ കളി കളിക്കുന്നത് മറ്റു രാജ്യങ്ങളെ തളർത്താനായിട്ടുള്ള കളികൾ കളിക്കും. അതും ഒരു ഘടകമാണ്. അപ്പോൾ ഈ സുന്നി സഖ്യത്തിലേക്ക് ബംഗ്ലാദേശ് വന്നപ്പോഴാണ് അതിൻ്റെ കഥ വേറൊരു ലെവലിലേക്ക് പോകുന്നത്. ബംഗ്ലാദേശ് അതിൽ ചേരണം എന്നുള്ള ഒരു സന്നദ്ധത പ്രകടിപ്പിച്ചാണ്. ഇതൊക്കെ ബംഗ്ലാദേശ് ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും ടർക്കി ആണെങ്കിലും സൗദി അറേബ്യ ആണെങ്കിലും അവർക്ക് ഏറ്റവും കൂടുതൽ അടുപ്പവും സുരക്ഷയും നൽകുന്ന രാജ്യമാണ് അമേരിക്ക. അപ്പോൾ ഇവിടെ നടക്കുന്ന ഇവർ 4 ആൾക്കാർ കൂടുന്നു. ഇതിൻ്റെ കൂടുതലേക്ക് ഇനിയിപ്പോൾ ഇറാൻ വന്നാൽ കൂടി ഒരു പക്ഷേ അവരുടെ ലക്ഷ്യം ഇന്ത്യ തന്നെ ആയിരിക്കും എന്നാണ് ഇന്ന് പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് കിട്ടിയ ആ തിരിച്ചടി, അപ്പോൾ പാകിസ്ഥാൻ ഒറ്റയ്ക്ക് ഇനി ഇന്ത്യയെ ആക്രമിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാവുന്ന കാര്യങ്ങൾ. ഇതിനോടൊപ്പം അഡ്വക്കേറ്റ് ജയശങ്കർ വിദേശകാര്യമന്ത്രി റഷ്യയിലെത്തിയിരുന്നു 2-3 ദിവസം മുമ്പ്. അജിത് ഡോവൽ ചൈനയിലെ വിദേശകാര്യമന്ത്രിയായിട്ടൊക്കെ ചർച്ച നടന്നു. അപ്പോൾ ഈ ചർച്ചകളൊക്കെ നമ്മൾ കുറേ കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ ഒട്ടനവധി കാര്യങ്ങൾ വായിച്ചെടുക്കേണ്ടതുണ്ട് എന്നാണ്. ഒപ്പം തന്നെ ടർക്കിയിൽ നിന്നും ചൈനയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആയുധങ്ങളും എന്തൊക്കെയോ വലിയ ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരം.